Don't worry, man. Why should you be nervous? Okay. We have done a great film. So be happy, sleep well, think positively, and we'll Yes, sir. celebrate the movie. Okay. Absolutely, sir. മോഹൻലാലും ലിജു ജോസ് പെല്ലിശ്ശേരിയും ഒന്നിക്കുന്ന മലൈക്കോട്ടെ വാലിബനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നു. ആക്ഷൻ പാക്ഡ് ഡ്രാമയുടെ റിലീസിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മലയാളത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ തിയേറ്ററിലെത്താൻ ഒരുങ്ങുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. നാളെ വേൾഡ് വൈഡായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന് എല്ലാ സെൻസർ ബോർഡുകളിൽ നിന്നും ക്ലിയറൻസും ലഭിച്ചു. നാളെ രാവിലെ 6 മണി മുതൽ മിക്കയിടത്തും ഫാൻ ഷോകൾ ആരംഭിക്കും. രാവിലെ 9 മണിയോടെ മലൈക്കോട്ടെ വാലിബന്റെ ആദ്യ പ്രതികരണങ്ങൾ എത്തിത്തുടങ്ങും. റിലീസ് ദിവസം തന്നെ മലയാളത്തിലെ പല റെക്കോർഡുകളും മലൈക്കോട്ടെ വാലിബൻ സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷകൾ. പ്രീസെയിലിൽ 3 കോടിക്കടുത്ത് സ്വന്തമാക്കാൻ വാലിബന് സാധിക്കുമെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന പ്രീ സെയിൽ വാലിബന്റെ പേരിലേക്കാകും. ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിയെങ്കിലും വാലിബൻ കളക്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മലയാള സിനിമയുടെ തന്നെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ ആയിരിക്കും ഇത്. ആദ്യ ദിനം നിറഞ്ഞോടിയ ശേഷം ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ അവധിയായിരിക്കും. അന്നും തിയേറ്ററുകളിലേക്ക് കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. തുടർന്നുള്ള ശനി ഞായർ ദിവസങ്ങളും ആളുകൾ തിയേറ്ററുകളിൽ നിറയുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്ത 3 ദിവസങ്ങൾ കൊണ്ട് വൻ കളക്ഷൻ വാലിബൻ സ്വന്തമാക്കും. മാത്രമല്ല വലിയ റിലീസുകളൊന്നും ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുമില്ല. അതും അണിയറ പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ചിത്രം എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. എന്നാൽ ഈ വലിയ ഹൈപ്പ് വിനയാകുമോ എന്നും ആരാധകരിൽ ഒരു വിഭാഗത്തിന് ഭയമുണ്ട്. ഏതു തരം പ്രതീക്ഷയുമായാണ് തിയേറ്ററുകളിലേക്ക് എത്തേണ്ടതെന്ന് പ്രീ റിലീസ് അഭിമുഖങ്ങളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും അടക്കം പലകുറി പറഞ്ഞിട്ടുണ്ട്. റിലീസിന് തൊട്ടു മുൻപ് മോഹൻലാൽ തന്റെ ആരാധകരോട് അക്കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എക്സ് സ്പേസിൽ മോഹൻലാൽ ആരാധകർ സംഘടിപ്പിച്ച ചർച്ചയിൽ അതിഥിയായി മോഹൻലാലും എത്തിയിരുന്നു. അവിടെ വാലിബനൊരു മാസ് സിനിമയായി മാത്രം കാണരുതെന്ന് മോഹൻലാൽ പറഞ്ഞു. നമ്മുടെ സിനിമ മറ്റന്നാൾ ഇറങ്ങുകയാണ്. നല്ലതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ലത് സംഭവിക്കട്ടെ, നല്ലത് പ്രതീക്ഷിക്കാം. ഞാൻ നമ്മുടെ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, ഇത് ഭയങ്കര ഒരു മാസ് സിനിമയെന്ന് കരുതി മാത്രം കയറരുത്. മാസ് സിനിമ ആയിക്കോട്ടെ, പക്ഷേ അതിനകത്തൊരു ക്ലാസ് ഉണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ക്ലാസ്, ഒരു മാജിക്കുള്ള സിനിമയാണ്. അങ്ങനെയും കൂടി മനസ്സിൽ വിചാരിച്ചിട്ട് പോയി കാണൂ എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. അതേസമയം നാളെ റിലീസ് ചെയ്യുന്ന സിനിമയുടെ പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ഓരോ പോസ്റ്ററും ഒരു പോർക്കളം പോലെയുള്ള സൂചനകളാണ് നൽകിയത്. എന്തായാലും വാലിബൻ തിയേറ്ററുകളിൽ തീ പാറിക്കുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് മോഹൻലാലിന്റെ പോസ്റ്റർ കാണാൻ സാധിക്കുന്നത്. ടോവിനോ തോമസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പോസ്റ്റിന് താഴെ തീ ഇമോജിയാണ് ഇട്ടിട്ടുള്ളതും. അവരെല്ലാം തന്നെ മോഹൻലാൽ ചിത്രത്തിനായി കാത്തിരിക്കുകയാണെന്നും കുറിച്ചിട്ടുണ്ട്. മോഹൻലാലിന് പുറമെ സൊനാലി കുൽക്കർണി, ഹരീഷ് പെരടി, ഡാനിഷ് സെയ്ദ്, മനോജ് മോസസ്, കഥാനന്ദി, മണികണ്ഠരാചാരി, സുചിത്ര നായർ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ്, സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവർ ചേർന്നാണ് മലൈക്കോട്ടെ വാലിബൻ നിർമ്മിച്ചിരിക്കുന്നത്. PS റഫീഖിന്റേതാണ് ചിത്രത്തിന്റെ തിരക്കഥ. ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ്. വാലിബന്റേതായി ഇതുവരെ പുറത്തിറങ്ങിയ ഗാനങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.